ക്ഷേത്രം പണിയണമെന്ന അദമ്യമായ ആഗ്രഹം വിട്ടുപോകാതിരുന്നതിനാൽ ജ്യോതിഷിയെ കൊണ്ട് പ്രശ്നം വയ്ക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായി ഇറങ്ങി തിരിച്ച ഉന്മേഷ് ഒടുവിൽ എത്തിച്ചേർന്നത് ഓണക്കൂർ രാജീവ് ഗണകന്റെ അടുത്താണ്. രാജീവ് ഗണകൻ വഴിയാണ് കൂത്താട്ടുകുളത്തിനടുത്ത് താമസമാക്കിയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അടുക്കലെത്തുന്നത്. ക്ഷേത്രം പണിയണമെങ്കിൽ നിലമൊരുക്കണമെങ്കിൽ തറവാട്ടിലുള്ള പിതൃക്കളെ എല്ലാം വിളിച്ചു വരുത്തി ആവാഹിച്ച് മറ്റൊരിടത്തേക്ക് കുടിയിരുത്തണം. ഘോരമായ ക്രിയയാണ്. രാത്രി ദിവസങ്ങളിലാണ് ഉച്ചാടന ക്രിയകൾ നടന്നിരുന്നത്. ഉച്ചാടനത്തിനു മറ്റുമായി ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ താമസിച്ചത് പുതുശ്ശേരി കണ്ടത്തിൽ കുടുംബത്തിലായിരുന്നുവെന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരും. തമ്പ്രാക്കന്മാർ നിർദ്ദേശിച്ച കണക്കുകൾ പ്രകാരം തിടനാട്ടെ കുടുംബാംഗങ്ങൾ മാന്നാറിലെ ഒരു ശില്പിയെ കാണുന്നു. കണ്ണാടി പ്രതിഷ്ഠയും ഓവുചാലും നാഗരാജാവിൻ്റെ നാഗേക്ഷിയുടെയും ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നു. പക്ഷേ ക്ഷേത്രം പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. പണി തീർത്ത ശില്പങ്ങൾ അവിടെ നിന്ന് തിടനാട്ടെ ചന്ദ്രമതിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പൂജാമുറിയിൽ നിലത്ത് നെല്ലുമൂടിയാണ് വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശുദ്ധവൃത്തിയോടെ നിലവിളക്ക് കൊളുത്തണം. ഈ ആചാരം ഏതാണ്ട് 10 വർഷത്തോളം ഭംഗിയായി തുടർന്നു. ഇതിനിടെ ക്ഷേത്ര നിർമ്മാണത്തോട് മുഖം തിരിച്ചു നിന്ന പലരും അവർക്കുണ്ടായ ദുരനുഭവങ്ങളിലൂടെ ക്ഷേത്രം പണിയണം എന്ന തീരുമാനത്തിലെത്തി.